ഹ്രീംകാര്यै നമഃ എന്നുള്ള ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹ്രീംകാരം എന്നുള്ള മന്ത്രത്തിന് 60 നാമങ്ങളാണ് ശ്രീ ലളിതാ ത്രിശതിയിലുള്ളത്. അതിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. ലളിതാ ത്രിശതിയുടെ അടുത്ത മന്ത്രം ഹ്രീംകാര പേടകമണി എന്നുള്ളതാണ്. ഹ്രീംകാരമാകുന്ന പേടകത്തിൽ സുരക്ഷിതമായിട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു മണിയാണ്, രത്നമാണ്, രത്നവിശേഷമാണ് ദേവി എന്നാണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. അതിവിശിഷ്ടമായ വസ്തുക്കളെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും വയ്ക്കാറില്ല. ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത്, സുരക്ഷിതമായ ഒരു പെട്ടിയിൽ നമ്മളതിനെ സൂക്ഷിച്ച് പൂട്ടി വയ്ക്കുന്നു. അപ്പോൾ ഈ പേടകം എന്ന് പറയുന്നത് ഇന്നത്തെ ലോക്കേഴ്സ് പോലത്തെ ഒരു സാധനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട വസ്തു ആണ് ദേവി. നമ്മുടെ ഹൃദയാന്തരാളത്തിൽ നിരന്തരം നമ്മൾ വയ്ക്കേണ്ട ഒരു രത്നവിശേഷമാണ് ദേവി. ഏറ്റവും ഗുഹ്യമായ, ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് വയ്ക്കപ്പെടേണ്ടവളാണ് ദേവി. അതുമാത്രമല്ല, ഒരു പെട്ടി തുറക്കണമെങ്കിൽ ആ റൂമിലേക്ക് പ്രവേശിക്കണം. അതുപോലെ ആ പൂട്ടിൻ്റെ താക്കോല് നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ പ്രയത്നരഹിതമായ ഒരു സമീപനം കൊണ്ട് ദേവിയെ പ്രാപിക്കാൻ സാധിക്കില്ല. തീവ്രമായ സാധന കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് സാധനയുടെ ആവശ്യം വേണം എന്നാണ് ഹ്രീംകാര പേടകമണി എന്നുള്ള മന്ത്രം ദ്യോതിപ്പിക്കുന്നത്. ഹ്രീംകാര ആദർശ ബിംബിത എന്നുള്ളതാണ് അടുത്ത മന്ത്രം. ആദർശം എന്ന് വെച്ചാൽ കണ്ണാടി. ഹ്രീംകാരമാകുന്ന ആദർശത്തിൽ ബിംബിതയായിട്ടുള്ളവളാണ്. ഹ്രീംകാര ആദർശ ബിംബിത, പ്രതിബിംബമാണ് ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ണാടിയിൽ അതിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന വസ്തുക്കളെ കണ്ണാടി പ്രതിഫലിക്കുന്നു. കണ്ണാടിയുടെ മേന്മയനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രതിബിംബവും ഉണ്ടാകുന്നത്. ഏറ്റവും നല്ല കണ്ണാടിയിൽ പ്രതിബിംബങ്ങൾ സംശുദ്ധമായിരിക്കും. ഏറ്റവും നല്ല ശുദ്ധ ഹൃദയത്തിൽ, സാധന കൊണ്ട് പരിശുദ്ധമായ ഹൃദയത്തിൽ, രജസ്തമസ്സുകളില്ലാത്ത, കാമക്രോധാദികളില്ലാത്ത, മനോമാലിന്യങ്ങളില്ലാത്ത ഒരു മനസ്സാണ് ഇവിടെ കണ്ണാടിയായിട്ട് പറയപ്പെട്ടിരിക്കുന്നത്. അതിൽ പരാശക്തി നന്നായിട്ട് പ്രതിബിംബിക്കുന്നു. അതുകൊണ്ട് ഈ വാസ്തവത്തിൽ ഈ പ്രതിബിംബം കണ്ണാടിയല്ല എന്ന് മനസ്സിലാക്കണം. പലരും നിഷ്ഠ എന്നുള്ള പേരിൽ വളരെ കടുംപിടുത്തങ്ങൾ പിടിക്കാറുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നു, ന അത്യശ്നതസ്തു യോഗോസ്തി നച്ച ഏകാന്തം അനശ്നത നചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവച അർജുന. അധികം കഴിക്കുന്നവർക്ക് യോഗമില്ല, ഒട്ടും കഴിക്കാത്തവർക്ക് യോഗമില്ല, തീരെ ഉറങ്ങാത്തവർക്ക് യോഗമില്ല, എപ്പോഴും ഉറങ്ങിക്കൊണ്ട് തമസിലിരിക്കുന്നവർക്ക് യോഗമില്ല. എന്നൊക്കെ ഒന്നിലും അതിസർവത്ര വർജയേത്, ഒന്നിലും കൂടുതലും പാടില്ല, കുറവും പാടില്ല. ഒരു സമ്യക് യോഗമാണ് വേണ്ടത്. ഒരു കാര്യത്തെ കൂടുതൽ ചെയ്യാനും പാടില്ല, അതിനെ അതിയോഗം എന്ന് പറയും. ഒരു കാര്യത്തെ കുറവായിട്ടും ചെയ്യാൻ പാടില്ല, അതിനെ ഹീനയോഗം എന്ന് പറയും. ഒന്നിനെ തെറ്റായിട്ട് ചെയ്യാൻ പാടില്ല, തെറ്റായ സമയത്ത് ചെയ്യുക, തെറ്റായ രീതിയിൽ ചെയ്യുക, അതും ഫലപ്രദമല്ല, അത് മിഥ്യായോഗം എന്ന് പറയും. സമ്യക് യോഗമാണ് നമുക്ക് ആവശ്യം. അതുപോലെ ഗുരു നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അവനവൻ്റെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, അവനവൻ്റെ സാധന അനുഷ്ഠിച്ചുകൊണ്ട് ഉള്ളവരുടെ മനസ്സിൽ, ഹൃദയമാകുന്ന കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നതാണ് ദേവി. അപ്പോൾ ഈ പരിശുദ്ധമായ അല്ലെങ്കിൽ ഗുരുപദിഷ്ഠ മാർഗത്തിൽ ഗുരു പറയുന്ന രീതിയിൽ തന്നെ സാധന ചെയ്യണം എന്നുള്ളതിനെ ഈ മന്ത്രം നമുക്ക് ബോധിപ്പിക്കുന്നു. ഹ്രീംകാര കോശ അസിലത എന്നുള്ളതാണ് അടുത്ത മന്ത്രം. ഹ്രീംകാര ആസ്ഥാന നർത്തകി എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത മന്ത്രം. ഹ്രീംകാര കോശം, ഹ്രീംകാരമാകുന്ന ഉറയിലത്തെ അസിലതയാണ്, വാളാണ് ദേവി. സാധാരണ ഒരു വാള്
ദുഷ്ടനിഗ്രഹം ചെയ്യാൻ, നമ്മുടെ ശത്രുക്കളെ സംഹരിക്കുവാനും, അതുപോലെ നമുക്ക് ഇഷ്ടരായിട്ടുള്ളവരെ, ശിഷ്ടരായിട്ടുള്ളവരെ പരിപാലനം ചെയ്യുവാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ദേവിയാണ് ഈ ഹ്രീംകാര സാധന എന്നുള്ള ഉറയിലത്തെ വാളെന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഹ്രീംകാര ഉപാസന ചെയ്യുന്നവരെ, ഈ മന്ത്രസാധന ചെയ്യുന്നവരെ ലളിതാ സഹസ്രനാമത്തിൽ ചില സ്ഥലത്ത് അതിൻ്റെ ഫലശ്രുതി ഭാഗത്ത് പറയുന്നു. ഇതിൻ്റെ ഒരു നാമം ഒരു തവണ ജപിക്കുന്നവരെ ദേവി കൂടെ നടന്ന് സംരക്ഷിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഈ ഹ്രീംകാര സാധകന്മാരെ സംരക്ഷിക്കുവാനും അവർക്ക് ഉണ്ടാകുന്ന വിഘ്നങ്ങളെ തടയുവാനും ദേവി സഹായിക്കുന്നു. ഹ്രീംകാരമാകുന്ന കോശത്തിലത്തെ വാളാണ് ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അടുത്ത മന്ത്രം ഹ്രീംകാര ആസ്ഥാന നർത്തകി എന്നുള്ളതാണ്. ഹ്രീംകാരമാകുന്ന ഒരു മണിമണ്ഡപം ഉണ്ട്. അത് രത്നഖചിതമായ ഒരു മണ്ഡപമാണ്. അതിൽ ഒരു നർത്തകി നൃത്തം ചെയ്യുന്നു. ഹ്രീംകാര സാധനയാണ് ആ മണ്ഡപം. അതിൽ നൃത്തം ചെയ്യുന്നവളാണ് സാക്ഷാത് പരമേശ്വരിയായ അമ്മ. അപ്പോൾ ഒരു സാധാരണ ഒരു ക്ഷേത്രങ്ങളിൽ പുരാണ ഇതിഹാസാദികളെ വെച്ചുകൊണ്ട് ഒരു കഥ അതിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം, അത് ആ ചരിത്രത്തിലത്തെ ഒരു ഭാഗം അത് സംഗീതത്തോടും വാദ്യങ്ങളോടും കൂടി അതിനെ ആവിഷ്കരിക്കുന്നു. അതിലൊരു നർത്തകി നൃത്തം ചെയ്യുന്നു. നവരസങ്ങളും അവരുടെ കണ്ണിലൂടെയും കൈകളിലൂടെയും മുദ്രയിലൂടെയും ചുവടുകളിലൂടെയും ഒക്കെ കാണിച്ചു തരുന്നു. അതിനെ കാണുന്നവർക്ക് ആസ്വാദനം ഉണ്ടാകുന്നു. ഇവർ അഭിനയിക്കുന്നു, എല്ലാവരും ആസ്വദിക്കുന്നു, നവരസങ്ങളും അവിടെ ആസ്വദിക്കപ്പെടുന്നു. അപ്പോൾ കാണുന്നവരുടെ മനോഭാവം, അവരുടെ പരിപക്വത അനുസരിച്ചാണ് ഈ ആസ്വാദനം എപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ അതേസമയം ഈ നർത്തകി ഏത് വേഷം ധരിച്ചാലും ഒരു 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 പ്രാവശ്യം രാവണനായിട്ട് അഭിനയിക്കുന്നു, ഒരു പ്രാവശ്യം ശ്രീരാമനായിട്ട് അഭിനയിക്കുന്നു, ഒരു പ്രാവശ്യം കൃഷ്ണനായിട്ട് അഭിനയിക്കുന്നു, ഒരു പ്രാവശ്യം യശോദയായിട്ട് അഭിനയിക്കുന്നു. പക്ഷേ അവർക്കറിയാം അവർ വേറെയാണ് എന്നുള്ളതുപോലെ. അപ്പോൾ ഈ പ്രപഞ്ചം എന്നുള്ളതാണ് ഈ മണ്ഡപം. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം മുതലായ കൃത്യങ്ങളൊക്കെ ദേവി ചെയ്യുന്നു. അതേസമയം പ്രപഞ്ചാതീതയാണ് ഞാൻ എന്നുള്ള ബോധം ദേവിക്കുണ്ട്. ഈ ആസ്വാദകർക്ക് ആണ് പരിപക്വത വേണ്ടത്. അവർ തീവ്രമായ സാധനയിലൂടെ തൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. ആ സംശുദ്ധമായ മനസ്സുള്ളവർക്ക് മാത്രമേ ഈ ദേവിയുടെ പ്രപഞ്ച നടനം ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ രണ്ടിനെയും നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ മനോഹരമായ മന്ത്രം. ദേവി നർത്തകിയും ഉപാസന ആ മണ്ഡപവും ആണ്. ഈ പ്രപഞ്ചമാകുന്ന ഇതിൽ ജീവിക്കുന്ന നമ്മൾ ദേവിയാണ് എല്ലാത്തിനും ആധാരശക്തിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേവിയെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത് എന്ന് ഈ മന്ത്രം നമ്മളെ ബോധിപ്പിക്കുന്നു. അത്യുത്തമമായ ശ്രീ ലളിതാ സഹസ്രനാമ മന്ത്രങ്ങളുടെ നാമങ്ങളുടെ അർത്ഥം നമ്മൾ കണ്ടു. ഇനിയും ദേവിയുടെ മഹാത്മ്യം, ദേവിയുടെ വൈഭവം നമുക്ക്